അല്ലാഹു പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة അല്ലാഹുവിൽ വിശ്വസിച്ചവരാൽ അതുകൊണ്ട് രക്ഷപ്പെടൂല. പിന്നെ അല്ലാഹു പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. അതങ്ങനെ അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല. നമ്മൾക്കറിയാം തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതായാലും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും. കള്ളുകുടി അത് ഉമ്മ ഉപ്പ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അത് തെറ്റാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവും. വ്യഭിചാരം, കക്കൽ, കളവ് പറയൽ, മോഷ്ടിക്കൽ, നുണ പറയൽ, ഇതൊക്കെ നമ്മളൊരു വാലിന്റെയോ ഒരു ക്ലാസിന്റെയോ ആവശ്യമില്ലാതെ അത് മനുഷ്യർക്ക് ജന്മനാ തിരിച്ചറിയുന്ന ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. തെറ്റേത് ശരിയേത്. അപ്പൊ തെറ്റാണെന്ന് തോന്നുന്നതിൽ നിന്ന് മാറി നിന്ന് നന്മ മാത്രം ചെയ്ത് ജീവിക്കുക, ഇതാണ് നാളെ ആഖിറം ഈ പറയുന്ന രീതിയിലാക്കാനുള്ള വഴി. ഇങ്ങനെയായാൽ, ഇങ്ങനെ ജീവിച്ചാൽ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താൽ, നമ്മളൊക്കെ രോഗാസന്നനായി മരണശയ്യയിൽ രോഗശയ്യയിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക്. നമ്മളൊക്കെ വളരെ വിഷമത്തിൽ പേടിച്ചിരിക്കുമ്പോഴാ നേരെ ഉസ്താദിനെ ഉമ്മ വിളിച്ചതുപോലെ മലക്ക് വന്നിട്ട് പറയാ, എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫു, ആരെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കബറിടത്തിൽ ഇരുട്ടറയല്ല, നിങ്ങളുടെ കബറിടം പ്രകാശപൂരിതമാണ്. നിങ്ങളുടെ കബറിടം ഇടുങ്ങിയതല്ല, വിശാലമാണ്. നിങ്ങൾ കബറിൽ ഒറ്റയ്ക്കല്ല, ഖിയാമത്ത് നാൾ വരെ ചങ്ങാതിയുണ്ട്. സഹോദര, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്താ ദുഃഖം? ഭാര്യയെയും മക്കളെയും വിട പറയുന്നതിലാണോ നിങ്ങളുടെ ദുഃഖം? അതാണോ ദുഃഖം? ദുഃഖിക്കണ്ട, അതിനുള്ള വഴിയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. ഈ വീട്ടിനേക്കാളും നല്ല ഒരു വീട്, അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നമ്മുടെ വീടിനേക്കാളും നല്ല ഒരു വീട്. അൽഹംദുലില്ലാഹ്, അല്ലേ? എന്താ പറയുന്നത്? നമ്മുടെ വീടിനേക്കാളും നല്ല വീട് കബറായാൽ പേടിക്കണോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? 5000 സ്ക്വയർ ഫീറ്റിന്റെ മനോഹരമായ വീട് നമ്മൾ എടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കബറിൽ ഇതിനേക്കാളും സുഖം കിട്ടൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് 2 കോടി 3 കോടി ചെലവഴിച്ചത് ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാളും വിശാലത നൽകണേ അല്ലാഹ്. 5000 എന്നല്ല, കബറിൽ നിങ്ങൾ പുറത്ത് കാണുന്ന കബറ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉള്ളിലെത്തിയാൽ, അകത്തെത്തിയാൽ 5000 എന്നല്ല, 10000 സ്ക്വയർ ഫീറ്റിനേക്കാളും വിശാലമാണ് കബറ്. നമുക്കറിയും അവിടെ എത്തിയാൽ. അതാണ് നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത്. വഅക്രിം നുസുലഹു വവസ്ഇ മദ്ഖലഹു, അദ്ദേഹം പ്രവേശിക്കുന്ന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കല്ലാ. അയാളുടെ ഇരിപ്പിടം, അയാൾ കിടന്നുറങ്ങുന്ന ഈ വീട് നീ മനോഹരമാക്കി കൊടുക്കണേ അല്ലാ. അയാളുടെ വീട്ടിനേക്കാളും മനോഹരമാക്കി കൊടുക്കണേ അല്ലാ. എന്നിട്ടോ വഗ്സിൽഹു വഅക്രിം നുസുലഹു വവസ്ഇ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ മയ്യിത്സ്കാരത്തിൽ ദുആ ചെയ്യും. നിങ്ങൾക്ക് ദുആ അറിയില്ല? ദുആ ചെയ്യുന്നവർക്ക് ദുആ ചെയ്യ്. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله وغسله بالماء والثلج البارد. اللهم ابدله دارا خيرا من داره. അല്ലാഹുവേ, ഇതിനേക്കാളും നല്ല വീട് നീ കൊടുക്കണേ അല്ലാഹ്. എന്താ ദുആ? മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ എന്താണ്? ഇതിനേക്കാളും വീട് എനിക്ക് കിട്ടുമോ? ഡൗട്ട് വേണ്ട, കിട്ടും. നിങ്ങൾ എത്ര വലിയ വീട് വെച്ചാലും ഈ പറയുന്നത് പോലെ ജീവിച്ചാൽ ആ വീടിനേക്കാളും വലിയ വീട് അവിടെ ഉണ്ട്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ, ഇതിനേക്കാളും നല്ല ഒരു വീട് നീ കൊടുക്കണേ അല്ലാഹ്.
നമ്മുടെ വീടിനേക്കാളും മനോഹരമായ വീടാണെങ്കിൽ പിന്നെ എന്ത് ടെൻഷനാണ് നമ്മൾക്കുള്ളത്? പിന്നെ എന്തിന്റെ പേരിലാണ് ദുഃഖിക്കേണ്ടത്? നമ്മളൊക്കെ തറവാടിൽ ജീവിച്ച ആളാണ്. എല്ലാവരും ഉപ്പയുടെ വീട്ടിൽ ഇങ്ങനെ 4-5 മക്കൾ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കുട്ടികളുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കായി. പിന്നെ ഭാര്യ പറഞ്ഞു, മക്കളൊക്കെ പറഞ്ഞു ഒരു വീടെടുക്കാൻ. അങ്ങനെ ഒരു വീടെടുത്തു. അങ്ങനെ തറവാട്ട് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക, അല്ല ദുഃഖമാണോ? അതുണ്ടാവുക സന്തോഷം. നേരെ മറിച്ച് ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സിന്റെ മുറിയിലേക്ക് പോവാൻ വീടെടുക്കാനൊന്നും കഴിയുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ താൽക്കാലികമായിട്ട് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ചെറിയൊരു ക്വാർട്ടേഴ്സ്, അപ്പൊ ഒരു സമാധാനം ഉണ്ടാവൂല, റാഹത്ത് ഉണ്ടാവൂല. മാസം എണ്ണി കൊടുക്കണ്ടേ 5,000-10,000. എന്നാൽ ഇങ്ങനെയല്ല. നീ നിന്റെ തറവാടിൽ നിന്ന് മനോഹരമായ പുതിയ വീടിലേക്ക് പോകുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ നീ കിടക്കുന്ന വീടിനേക്കാളും നല്ല വീടായി നിന്റെ ഖബറിടം മാറിയാൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. അല്ലാ തഖാഫു, നീ പേടിക്കേണ്ടതില്ല. അബ്ദുൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, കുടുംബത്തെക്കാൾ നല്ല കുടുംബം. കുടുംബത്തോട് യാത്ര ചോദിക്കുന്നതിൽ ടെൻഷൻ ഉണ്ടാകും, പക്ഷെ ഇതിനേക്കാൾ നല്ല കുടുംബമാണ് അവിടെ ഉള്ളത്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ നൽകട്ടെ. ഇവിടുത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ കുടുംബം? കല്യാണത്തിന് പോയില്ലെങ്കിൽ പ്രശ്നമാണ്, പോയതൊന്ന് വൈകിയാലും പ്രശ്നമാണ്, ക്ഷണിച്ചാലും പ്രശ്നമാണ്, ക്ഷണിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ഒന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ, പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ കാണുമ്പോ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ കുടുംബക്കാർ. ഈ കുടുംബത്തെക്കാളും നല്ല കുടുംബം അവിടെ നൽകണമെന്ന് പറയുമ്പോ ആ കുടുംബക്കാര് നമ്മെ ദുഃഖിപ്പിക്കുകയില്ല, എന്നും സന്തോഷം മാത്രമാണ് ആ കുടുംബക്കാര് നൽകുക. നമ്മൾക്ക് ടെൻഷൻ നൽകൂല, നമ്മളെ വിഷമിപ്പിക്കൂല, നമ്മെ പ്രയാസപ്പെടുത്താത്ത കുടുംബം അവിടെ നൽകണേ അല്ലാഹ്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇവിടുത്തെ കുടുംബത്തെക്കാളും നല്ല കുടുംബം അവിടെ കിട്ടിയാല് സന്തോഷിക്കല്ലേ വേണ്ടത്? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഇയാളുടെ ഭാര്യയേക്കാൾ നല്ല ഭാര്യ കൊടുക്കണേ അല്ലാഹ്. സന്തോഷല്ലേ? പഠിച്ചനെ ഈ പെണ്ണിനെ സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഇത് പരാതിയും പ്രശ്നവും ചൊടിയും പണക്കമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ദുആ ചെയ്യുന്നത്, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഈ ഭാര്യയേക്കാളും നല്ല ഭാര്യയെ നീ നൽകണേ അല്ലാഹ്. ആ ഭാര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല, വെറുപ്പിക്കൂല, ചൊടിപ്പിക്കൂല, പിണക്കൂല. ഇതിനേക്കാളും നല്ല ഭാര്യ. പിന്നെന്തിനാ ടെൻഷൻ? ഇതിനേക്കാളും നല്ല ഭർത്താവ്, ഭർത്താവിനേക്കാളും നല്ല ഭർത്താവിന് നൽകണേ അല്ലാഹ്. ഈ ഭർത്താവാണെങ്കിൽ ചായയുടെ പഞ്ചസാര കുറഞ്ഞതിന്റെ പേരിലാണ് ഇന്നലെ ചീത്ത പറഞ്ഞത്, ഇന്നത്തെ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത്, അയൺ ചെയ്യാത്തതിന്റെ പേരിലാണ് ഒരാഴ്ചക്കാലം പിണങ്ങി നിന്നത്, അലക്കിയിട്ട് വസ്ത്രത്തിൽ നിന്ന് ചെറിയൊരു കറ ബാക്കിയായതിന്റെ പേരിൽ അടിച്ചിട്ടുണ്ട്, വസ്ത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളും നല്ലൊരു ഭർത്താവിന് നൽകണേ അല്ലാഹ്. ഇതിനേക്കാളും നല്ല ഭർത്താവ് നമ്മൾക്ക് ഖബറിൽ കിട്ടും. പഠിക്കണോ? ടെൻഷൻ വേണോ? ദുഃഖം വേണോ? സന്തോഷല്ലേ? ഇനി പിന്നെ മക്കളാണ്. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി, ചുറ്റുഭാഗങ്ങളുള്ള അയൽവാസികളെക്കാൾ നല്ല അയൽവാസികളെ നൽകണേ അല്ലാഹ്. മക്കളെക്കാൾ നല്ല മക്കളെ നൽകണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന വെറുതെയല്ല, ഇത് നല്ലവരായ ആളുകൾ അനുഭവിക്കാൻ പോകുന്നതാണ് ഖബറിൽ വെച്ച്. വീടിനേക്കാൾ നല്ല വീട്, ഭാര്യയേക്കാൾ നല്ല ഭാര്യ, മക്കളെക്കാൾ നല്ല മക്കൾ, അയൽവാസികളെക്കാൾ നല്ല അയൽവാസികൾ, കുടുംബക്കാരെക്കാൾ നല്ല കുടുംബക്കാർ. ഇത്രയും മനോഹരമായൊരു വീട്ടിലേക്കാണ് നമ്മൾ കടന്നു പോകാനുള്ളത്. അതുകൊണ്ട് അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, ആ സ്വർഗ്ഗം കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. ഈ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്, ഈ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്. സ്വർഗ്ഗം കാണുമ്പോൾ തന്നെ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തൊരു ആശ്വാസമാകും, ഇവിടേക്കല്ലേ ഞാൻ പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ലോകമാണ് ഖബർ. നമ്മൾ എന്തിനാ ഖബർ എന്ന് പറയുമ്പോ ആ ഒരു തീക്കുണ്ടാരമായിട്ട് വിശ്വസിക്കുന്നത്? ഇങ്ങനൊരു ഖബറില്ലേ? ഇങ്ങനൊരു ഖബറില്ലേ? ആ ഒരു ഖബറിടമാക്കി മാറ്റിക്കൂടെ നമ്മുടെ ഖബറിടങ്ങളെ? അതിനുള്ള വഴികളല്ലേ നമ്മുടെ ഈ വാദങ്ങളൊക്കെ. ഖബറിടങ്ങളെ ഈ പറയുന്ന രീതിയിൽ ടെൻഷനില്ലാതെ, ദുഃഖമില്ലാതെ, വെപ്രാളമില്ലാതെ, വിഷമമില്ലാതെ സന്തോഷത്തോടെ മരിച്ചു പോകാൻ, എപ്പോ മരിച്ചാൽ, ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും മറ്റന്നാൾ മരിച്ചാലും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കണ്ടു ഖബറിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഖബറിടങ്ങളെ പറഞ്ഞ രീതിയിലേക്ക് മാറണം.
അത് മാറ്റാനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ഖബറിടത്തെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന്, നിങ്ങളുടെ ഖബറിടത്തെ വിശാലമാക്കാമെന്ന്, നിങ്ങളുടെ വീടിനേക്കാളും വിശാലമായ ഖബറാക്കി തരാം, നിങ്ങളുടെ വീടിനേക്കാളും പ്രകാശമുള്ള വീടാക്കി നിങ്ങളുടെ ഖബറിടങ്ങളെ ഞാൻ മാറ്റിത്തരാം, നിങ്ങൾ 4 കാര്യം ചെയ്താൽ മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അതാണ് ഞാൻ ഓതി വെച്ചത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ. അപ്പോൾ അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ, യർജൂന തിജാറതൻ ലാ തബൂർ, അവരുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറയുന്ന ആയത്ത് അതിനോട് സമാനമായ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? 1 ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകളുടെ ഖബറിടം വിശാലമാക്കപ്പെടുമെന്ന്, ഖബറിടം പ്രകാശിപ്പിക്കപ്പെടുമെന്ന്, ഖിയാമത്ത് നാൾ വരെ ഖബറിൽ ഒരുപാട് ചങ്ങാതിമാരുണ്ടാകുമെന്ന്, ഖബറിടത്തിൽ നരകത്തിന്റെ അദാബ് ഉയർത്തിത്തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഫമുഹാഫലത്തുസ് സ്വലാത്തി, നിസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കണം. തോന്നുമ്പോഴല്ല വളരെ കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയണം. എങ്ങനെയത്? 10 വയസ്സായ മക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ആരുമാവട്ടെ, 10 വയസ്സ് മുതൽ, ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തുടരേണ്ട ഒരു ശീലമാണ്, മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു ശൈലിയാണ്. സുബഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണർത്താനും നിസ്കരിക്കാനും അവർക്ക് പ്രോത്സാഹനം നൽകുക. ചെറിയ കുട്ടിയല്ല, ഉറങ്ങിക്കോട്ടെ, നോ എക്സ്ക്യൂസ്. ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അളവ് കൊടുക്കാനേ പാടില്ല. 10 വയസ്സ് മുതൽ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ മക്കൾ ശീലിക്കട്ടെ. തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ മക്കൾ ശീലിക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങേണ്ടതുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലുള്ള ടിവികൾ ഓൺ ചെയ്യപ്പെടാൻ പാടില്ല, നമ്മുടെ വീട്ടിലെ ടിവികൾ തുറക്കപ്പെടാൻ പാടില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വളരെ വേഗത്തിൽ കിടന്നുറങ്ങണം. പിന്നെ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കരുത്, പിന്നെ ക്ലബ്ബുകളിൽ പോയിരിക്കരുത്, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കരുത്, പള്ളിയുടെ വരാന്തകളിൽ ഇരിക്കരുത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും നേരെ വീട്ടിലേക്ക് കടന്നു വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ സംസാരിക്കാൻ പോലും നിൽക്കാതെ നേരെ കിടന്നുറങ്ങിയാൽ ഉറക്കിന്റെ പ്രശ്നമില്ല, ഉറക്ക് തികയാത്ത പ്രശ്നമില്ല. എല്ലാ വീട്ടുകാരും 10 വയസ്സ് മുതലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൃത്യമായി തഹജ്ജുദ് നിസ്കാരത്തിന് 10 വയസ്സ് മുതൽ തന്നെ ശീലിപ്പിച്ചാൽ മരണം വരെ ആ തഹജ്ജുദ് ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. മരണം വരെ അവരുടെ ഒരു സുബഹി നിസ്കാരം ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. എന്തേ നമ്മൾക്ക് അങ്ങനെ ശീലിപ്പിച്ചുകൂടെ? മരണം വരെ ഒരു സുബഹിയുടെ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. 10 വയസ്സ് മുതൽ ഇത് ശീലിപ്പിക്കണം. പക്ഷെ ഉമ്മമാര് ചെറിയ കുട്ടിയല്ലേ, ഉറങ്ങിക്കോട്ടെ, ഉമ്മമാർ കുട്ടി പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിടന്നുറങ്ങുന്ന മോളെയും മകനെയും ഒക്കെ ഒന്ന് വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ പോലും നമ്മുടെ ഉമ്മമാർക്ക് മനസ്സിരുന്നുണ്ടോ? ആദ്യ രാത്രിയല്ലേ, കുട്ടികൾ ഉറങ്ങിക്കോട്ടെ. എന്ത് ഉറക്ക്? എവിടൊക്കെ ഉറങ്ങുന്നത്? അവിടെ ദീനിന്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല നിങ്ങളെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും കാരുണ്യവാനാണ്, ജീവിതത്തിൽ ഒരാൾ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കർക്കശമായി തന്നെ പെരുമാറിയിട്ടുണ്ട്. അതെല്ലാവരോടും ദീനുമായി ബന്ധപ്പെട്ട വിഷയം. നബി തങ്ങൾ തമാശ പറയും, കളിക്കും, ചിരിക്കും. പക്ഷെ ബാങ്കിന്റെ വിളി കേട്ടാ പിന്നെ മിണ്ടാട്ടില്ല, പിന്നെ ഗൗരവക്കാരനായി നേരെ പള്ളിയിലേക്ക് പോകും. അലി തങ്ങളുടെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ
ആദ്യ രാത്രിയൊക്കെ ചിലപ്പോ ഉറങ്ങാതെ സുബഹിയുടെ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറും ഒക്കെ ഉറങ്ങിയാൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എണീക്കാൻ പറ്റിയെന്നവര് ലക്ഷണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വാതിൽ മുട്ടുമായിരുന്നു. അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, ഓ നബി കുടുംബമേ നിസ്കാരമുണ്ട്, ഓ നബി കുടുംബമേ സുബഹി നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ് ആ മദൂദ് തീരുന്ന ആദ്യത്തെ 6 മാസം വാതിൽ മുട്ടി അലി തങ്ങളെ ഫാത്തിമ ബീവിയെ നിസ്കരിക്കാൻ വിളിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. 6 മാസം, അത് ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മദൂദ് തീരുന്നത് വരെ. ഇന്നതൊരു എക്സ്പീരിയൻസ് ആയില്ലേ? അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, 10 വയസ്സ് മുതൽ നമ്മുടെ മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ശീലിപ്പിക്കണം. എന്നാലോ മരണം വരെ അവരുടെ ഒരു സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. ടിപ്പു സുൽത്താൻ നമ്മൾക്കറിയാം, എത്രയോ തിരക്കുകളുള്ള വലിയൊരു മഹാനായ വലിയാണ്, വലിയൊരു രാജാവായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരു സുബഹി നിസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ നമ്മൾക്കൊക്കെ എന്ത് തിരക്കാണുള്ളത്? എത്രയോ യുദ്ധങ്ങൾ നടത്തിയ ആളാണ് ടിപ്പു സുൽത്താൻ. നമ്മൾക്ക് എന്ത് തിരക്കാണ്? എന്ത് തിരക്കാ? പഠിക്കുകയാണെങ്കിൽ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഏറ്റവും ബറക്കത്തുള്ള സമയമുണ്ട്. ആ സമയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറും. മനഃപാഠമാക്കാനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു നൽകിയ സമയമാണത്. എത്ര പഠിച്ചാലും മടുപ്പ് വരാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ബറക്കത്തുള്ള സമയമാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ ഉണരുന്ന ശീലം നമ്മളെ ഉണ്ടാക്കി സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് ളുഹറും അസ്റും മഗ്രിബും ഇശാവും എല്ലാം വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി തരുമെന്ന്, അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു തരുമെന്ന്, അവരുടെ ഖബറിടങ്ങളിൽ ശിക്ഷകൾ ഉണ്ടാവൂല എന്ന്, അവരുടെ ഖബറിടങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ സന്തോഷിപ്പിക്കുന്ന ചങ്ങാതിമാരുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമതായി പറഞ്ഞത് സ്വതക്കയാണ്. സ്വതക്കയാണ് മൂന്നാമതായി പറഞ്ഞത്. സ്വതക്ക നൽകുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പിശുക്കില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങളാണ് നൽകാൻ പോകുന്നത്. ദുനിയാവിൽ അല്ലാഹു അവർക്ക് പകരം നൽകുമെന്ന് മാത്രമല്ല, കൊടുത്തതിനേക്കാളും കൂടുതൽ നൽകുമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് കൊടുക്കുമ്പോൾ അല്ലാഹു 10 എണ്ണമാണ് തരുന്നത്. ഒരു പക്ഷേ അത് തന്നെ 100ഉം 1000ങ്ങളുമാവാം. إلا زاده وما فتح رجل باب عتيا يريد بها صلة إلا زاده الله. ഒരാൾ നന്മയ്ക്ക് വേണ്ടി, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി, ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വതക്ക നൽകുകയാണെങ്കിൽ അയാളുടെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ നഖസ മാലും മിൻ സദഖ, സദഖ നൽകുന്നവന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു നാണയത്തുട്ട് പോലും കുറയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന സദഖത തദ്ഫഉ അൻ മൈതത്തിസ്സൂ, സദഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഹബീബ് തന്നെയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ മാർഗങ്ങളിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകൾ അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന്, അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുമെന്ന്, അവരുടെ ഖബറിടങ്ങളിൽ നരകത്തിന്റെ അദാബ് ഉണ്ടാവൂല എന്ന്. ഭാര്യയെക്കാളും നല്ല ഭാര്യ, ഭർത്താവിനെക്കാളും നല്ല ഭർത്താവ്, മക്കളെക്കാളും നല്ല മക്കളെ, അയൽവാസിയെക്കാളും നല്ല അയൽവാസി, കുടുംബങ്ങളെക്കാളും നല്ല കുടുംബം, വീടിനേക്കാളും നല്ല വീട്. ഇതെല്ലാം അല്ലാഹു ഒരുക്കി തരുന്നത് ഇത്തരം ആളുകൾക്കാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചങ്ങാതിമാരെ കൂട്ടേണ്ടത് ഖബർ വരെ വന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാരെയല്ല, ഖബർ വരെ വന്ന് തിരിച്ചു പോകുന്ന സ്നേഹിതന്മാരെയല്ല. മരിച്ചാൽ നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ കൂടെ വരുന്ന ഇത്തരം ചങ്ങാതിമാരെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സൽപ്രവർത്തനങ്ങളെ, സാലിഹായ അമാലുകളെ അല്ലാഹു പറഞ്ഞതുപോലെയുള്ള ജീവിക്കാൻ
സ്വീകരിക്കാൻ പറ്റുന്ന സൽപ്രവർത്തനങ്ങളെ നമ്മുടെ ചങ്ങാതിമാരാക്കി നമ്മൾക്ക് കൂടെ നിർത്താൻ സാധിച്ചാൽ മരണത്തെ പേടിക്കുന്നതിന് പകരം പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഖബറിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ മാസം മദീന പള്ളിയിൽ മനോഹരമായ വിളക്കുകൾ വെച്ചപ്പോഴാണ് അലി തങ്ങൾ ആ പള്ളിയിലേക്ക് കയറി വരുന്നത്. നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ. ഉമറേ അല്ലാഹുവിന്റെ പള്ളിയെ നീ അലങ്കരിച്ചതുപോലെ, അല്ലാഹുവിന്റെ പള്ളിയെ നീ പ്രകാശിപ്പിച്ചതുപോലെ അല്ലാഹു നാളെ നിന്റെ ഖബറിടങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോ പള്ളിയുടെ കരണ്ടിന്റെ ചെലവേറ്റെടുക്കുന്ന ആളുകൾ ദീനിയായ കാര്യങ്ങൾക്ക് വെളിച്ചം നൽകുന്ന അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ആളുകൾ, ഏതെങ്കിലും വീടുകളിൽ വെളിച്ചമില്ലെങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ ഏറ്റെടുക്കാമെന്ന് മദ്രസകളിലേക്ക്, പള്ളികളിലേക്ക്, ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം നൽകാൻ വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഖബറിടങ്ങൾ നാളെ പ്രകാശിപ്പിക്കപ്പെടുമെന്നാണ് ഈ അലി തങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ വെളിച്ചമാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ വിശാലമാക്കട്ടെ. അല്ലാഹു ഖബറിടങ്ങൾ ഖിയാമത്ത് നാൾ വരെ അദാബില്ലാതെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ.